അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടോപ്പോളജിയുടെ കൺസെപ്റ്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ റിംഗ് ടോപ്പോളജി വരെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അതിനകത്ത് നമ്മൾ പറഞ്ഞത് വേറെ ഒന്നുമില്ല, ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസിനെ നമ്മൾ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടോപ്പോളജി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ 2 ടൈപ്പ് ഓഫ് ടോപ്പോളജി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യു കോൾ ഇറ്റ് ആസ് ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയും. അപ്പൊ ബെസ്റ്റ് ടോപ്പോളജി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല, ഒരു സിംഗിൾ കേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് നോഡ്സ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ കേബിൾ ഉപയോഗിച്ച് അതിനെ കണക്ട് ചെയ്യുന്നതിന് എല്ലാ നോഡ്സിനെയും, ഒരു നെറ്റ്വർക്കിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ നോഡ്സിനെയും ഒരു സിംഗിൾ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ടോപ്പോളജിയാണ് യു കോൾ ഇറ്റ് ആസ് എ ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അതിനകത്ത്. അതായത് ഒരു കേബിൾ എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ മെസ്സേജ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അവിടെ നിന്ന് പോകുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു കേബിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞത് ഒരു സെറ്റ് ഓഫ് നോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സർക്കുലർ റിംഗിന്റെ രൂപത്തിലായിരിക്കും ഡിഫറെന്റ് എലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാകുക എന്ന് പറഞ്ഞു. അതായത് ഡിഫറെന്റ് നെറ്റ്വർക്കിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസ്, എസ്പെഷ്യലി നമ്മുടെ നോഡ്സ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഫോമിൽ ഒരു റിംഗിന്റെ രൂപത്തിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക. ഒരു നോഡ് എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റും റൈറ്റും വേറെ നോഡ്സ് എന്ന് പറയുന്ന ഒരു അതും കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് യു കോൾ ദാറ്റ് ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി എന്ന് പറയും. അപ്പൊ സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ ഡിവൈസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റും ഉണ്ട്. നമുക്കിവിടെ ഒരു ഹബ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഡിവൈസ് ഉണ്ട്. ഹബ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ബസ്സിലും റിങ്ങിലും ഒക്കെ പറഞ്ഞ എന്താണ്, അവിടെ ഈ മെഷീൻസ് തമ്മിൽ അല്ലെങ്കിൽ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന നോഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ബസ് ടോപ്പോളജിയിലും ഈ പറയുന്ന റിംഗ് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. അതായത് കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഫിസിക്കൽ കേബിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആ ഫിസിക്കൽ കേബിളിന് അകത്തുകൂടി ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഫിസിക്കൽ കേബിൾ വെച്ച് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഓരോ നോഡ്സ് എന്ന് പറയുന്നതും പരസ്പരം ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടാകും. മെസ്സേജ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നതും ആ പറയുന്ന ഓരോ വയേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സിംഗിൾ കേബിൾ എന്ന് പറയുന്ന ഒരു കണ്ടക്സ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മുടെ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്ന ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഡിഫറെന്റ് എലിമെന്റ്സ് തമ്മിൽ, ഡിഫറെന്റ് നോഡ് എലിമെന്റ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ഇന്റർകണക്ടിങ് ഡിവൈസ്, അതായത് ആ നെറ്റ്വർക്കിനകത്ത് സെൻട്രൽ ആയിട്ട് ഒരു ഇന്റർകണക്ടിങ് ഡിവൈസ് ഉണ്ടാകും. യു കോൾ ദാറ്റ് കൺസെപ്റ്റ് ആസ് എ ഹബ് എന്ന് പറയും. ആ ഹബ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ടായിരിക്കും എല്ലാ മെഷീൻസും, ആ നെറ്റ്വർക്കിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ മെഷീൻസും ഹബിനകത്തായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് അവിടെ ഒരു മെസ്സേജ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 കേസിലും ഈ മെസ്സേജ് ട്രാൻസ്മിഷന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോ നമ്മൾ റിംഗ് എടുത്തപ്പോഴത്തേക്കും എന്താ പറഞ്ഞ, ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് മെസ്സേജ് എന്ന് പറയുന്നത് പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പാത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തായിരിക്കും പോവുക. അല്ലെങ്കിൽ ആ കണക്ടിവിറ്റി ഏത് ഡയറക്ഷനിലാണോ, എവിടെയാണോ ഒരു ഫിസിക്കൽ കേബിളിന്റെ പ്രസൻസ് ഉള്ളത് ആ ഡയറക്റ്റ് ലിങ്കിലൂടെ തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലൂടെ പോവാന്ന് പറഞ്ഞു.
ക്ലിയർ. ബേസിക്കലി ഒരു സിംഗിൾ ഡയറക്ഷൻ എവിടെയാണോ ആദ്യം ചൂസ് ചെയ്യുന്നത് ആ പാത്തിലൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് നോഡ്സ് തമ്മിലുള്ള കണക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ പക്ക ക്ലിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർ ലിങ്ക് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത് രണ്ട് നോഡുകൾക്കിടയിൽ ഉണ്ടാകും. അതേസമയം സ്റ്റാർ ടോപ്പോളജിയിൽ ഒരു സിംഗിൾ സെൻട്രൽ നെറ്റ്വർക്ക്, ഒരു സിംഗിൾ സെൻട്രൽ ഡിവൈസിലേക്ക് ആദ്യം പോയതിനു ശേഷം മാത്രമായിരിക്കും ഈ പറയുന്ന ഏത് ഡിവൈസിലോട്ടാണോ ആ പെർട്ടിക്കുലർ മെസ്സേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോകേണ്ടത് ആ മെസ്സേജ് ആ ഡിവൈസിലേക്ക് പോവുക. അപ്പൊ ഇവിടെ ഹബ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് പഠിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സെറ്റ് ഓഫ് കണക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു എലിമെന്റ്സ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഓരോ ഡിവൈസസും ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പറയുന്ന ഒരു ഹബിലോട്ടാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഹബിൽ നിന്നാണ് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോകുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഏതെങ്കിലും ഒരു മെഷീൻ എന്ന് പറയുന്നത് ഡൗൺ ആയി കഴിഞ്ഞാലും നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ്, സെൻട്രൽ ഇന്റർകണക്ടിങ് സ്ട്രക്ചർ ആയ ഹബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഫെയിലിയർ ആകും. ക്ലിയർ. ഇതിനെയാണ്, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സാധാരണ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. ഇനി നാലാമത്തെ, ഇവിടെ നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. എന്തായിരുന്നു? ഒരു കൺസെപ്റ്റ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സെൻട്രൽ ഇന്റർകണക്ടിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംഗതി ഡൗൺ ആയി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് മൊത്തവും ഡൗൺ ആവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമില്ല, ഒരു കോമ്പിനേഷൻ. നമ്മൾ ഒരു സെറ്റ് ഓഫ് ഒരു സെറ്റ് ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് എടുത്തിട്ട് അതിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്യുകയാണ്. അതായത് ഈ പറഞ്ഞ ടോപ്പോളജി നമ്മൾ പറഞ്ഞു, ബസ് പറഞ്ഞു, സ്റ്റാർ പറഞ്ഞു, റിങ് പറഞ്ഞു, അതിലേതെങ്കിലും എല്ലാം കൂടിയോ ഏതെങ്കിലും രണ്ടെണ്ണമോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ മിക്സ് ചെയ്ത് വരുന്ന ഒരു ടോപ്പോളജിയാണ് യു കോൾ ഇറ്റ് ആസ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്റ്റാറും മെഷും കൂടി കമ്പൈൻ ചെയ്യുക, അത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒന്നിൽ കൂടുതൽ ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് യു കോൾ ഇറ്റ് ആസ് ഹൈബ്രിഡ് ടോപ്പോളജി. ഓക്കെ ആണോ? ആ ഒരു കൺസെപ്റ്റിനെയാണ് യു കോൾ ഇറ്റ് ആസ് ഹൈബ്രിഡ് ടോപ്പോളജി. ഇനി അതിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യു കോൾ ഇറ്റ് ആസ് മെഷ് ടോപ്പോളജി എന്ന് പറയും. മെഷ് ടോപ്പോളജി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നോഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കണ്ടക്സിൽ എല്ലാ നോഡ്സും തമ്മിൽ, ഒരു നെറ്റ്വർക്കിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ നോഡ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ, ഒരു ഫിസിക്കൽ കേബിളിന്റെ കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നതിനെയാണ്. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 നോഡ്സ് ഉണ്ട്, ഒരു നെറ്റ്വർക്കിനകത്ത് 5 നോഡ്സ് ഉണ്ട്. ഈ 5 നോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ നോഡ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിസിക്കൽ പാത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് മെഷ് ടോപ്പോളജി എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കിയേ. എന്റെ കയ്യിൽ ഇവിടെ 5 നോഡ്സ് ഉണ്ട് അല്ലെ. ഈ 5 നോഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ നോഡ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. വിച്ച് നെറ്റ്വർക്ക് ടോപ്പോളജി റിക്വയർസ് എ മൾട്ടി പോയിന്റ് കണക്ഷൻ? ഒന്ന് പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മൾ ഈ പറഞ്ഞതും വെച്ച് മൾട്ടി പോയിന്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഏതായിരിക്കും? മെഷ് പറയാം, ബസ്സും പറയാം കേട്ടോ. അത് കറക്റ്റ് ആൻസർ ഇവിടെ തന്നിരിക്കുന്നത് മെഷ് കറക്റ്റ് ആണ്. മെഷ് മൾട്ടി പോയിന്റ് ആണ്. ഓക്കെ. ഇതിനകത്ത് എടുത്തിരിക്കുന്ന ബസ്സാണ്. ഓക്കെ, ശരി. ഇവിടെ അത് പറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ബസ് ടോപ്പോളജിയിൽ നമുക്ക് എല്ലാ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാ ഡിവൈസ് എന്ന് പറയുന്നത് അവിടെ മൾട്ടി പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ഡിവൈസസിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് പറയുന്നതാണ് യു കോൾ ഇറ്റ് ആസ് മൾട്ടി പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ ആ ഒരു അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബസ് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് ഒരു സിംഗിൾ കേബിൾ വഴിയല്ലേ പോകത്തുള്ളൂ. ആ സിംഗിൾ കേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും, അതായത് ഒരു പോയിന്റിൽ തുടങ്ങി നമുക്ക് എത്ര നോഡ്സിലേക്ക് വേണമെങ്കിലും കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതുകൊണ്ടാണ് ബസ്സിന്റെ കേസിൽ നമ്മൾ മൾട്ടി പോയിന്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടക്സ്റ്റിൽ പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡേറ്റ എന്ന് പറയുന്ന മൾട്ടി പോയിന്റ് ഇൻ ദ സെൻസ് നമുക്ക് അവിടെ റിസീവർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഒരു ഒരു നോഡ് എന്ന് പറയുന്നത് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈമിൽ അത് അയക്കുന്ന മെസ്സേജ് ആ നെറ്റ്വർക്കിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഡിവൈസസിലേക്കും അല്ലെങ്കിൽ എല്ലാ നോഡ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കും പോകും. അതുകൊണ്ടാണ്, അതായത് ഒരു സെന്ററും മൾട്ടിപ്പിൾ റിസീവേഴ്സും ഉള്ളത് കൊണ്ടാണ് അവിടെ മൾട്ടി പോയിന്റ് എന്ന് പറയുന്ന ഒരു മീനിങ്ങിൽ പറയുന്നത്. ക്ലിയർ? റിംഗ് നമ്മൾ കുറച്ച് മുമ്പ് മാഷ് പറഞ്ഞ നമ്മുടെ മെഷ് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് നമുക്ക് ഒരു സിംഗിൾ സെന്ററും മൾട്ടിപ്പിൾ റിസീവേഴ്സും അല്ല. അതുകൊണ്ടാണ് ഇവിടെ അത് കൺസിഡർ ചെയ്യാത്തത് കേട്ടോ. അവിടെ യുണീക്ക് ആയിട്ട് ഒരു പെയർ ഓഫ് ഡിവൈസസ് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇത് ഇവിടെ വരാത്തത്. അത് മൾട്ടി പോയിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊന്ന് നോക്കൂ. വിച്ച് കമ്പ്യൂട്ടർ ടോപ്പോളജി ഹാസ് ഓൾ ഡിവൈസസ് കണക്റ്റഡ് ടു എ സിംഗിൾ സെൻട്രൽ ഹബ്? സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ നമ്മൾ പഠിച്ചു. നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാർ ടോപ്പോളജി നമ്മൾ 5 പഠിച്ചു മൊത്തം. അതിൽ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു സെൻട്രൽ ഇന്റർകണക്ടിങ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ഡിവൈസ് അല്ലെങ്കിൽ ആ സെൻട്രൽ ഇന്റർകണക്ടിങ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് തന്നെ വർക്ക് ചെയ്യത്തില്ല. കാരണം എല്ലാ മെസ്സേജസും അതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നതിന്റെ നമുക്ക് കോള് പോകുന്നത് ആക്ച്വലി എങ്ങോട്ടാണ്? ടവറിൽ പോയിട്ടല്ലേ അവിടെ നിന്ന് പോകത്തുള്ളൂ. റെസിപ്പിയൻ നമ്പർ ആരാണോ ആ പറയുന്ന ടവർ നമ്മുടെ നമുക്ക് കണക്ഷൻ തന്നിരിക്കുന്ന സർവീസ് പ്രൊവൈഡർ ആരാണോ അവരുടെ ടവേഴ്സിൽ പോയിട്ടല്ലേ അവിടെ നിന്നല്ലേ ആ സിഗ്നൽ എന്ന് പറയുന്നത് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കയറുന്നതും നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോണിലേക്ക് ആ സിഗ്നൽ പോകുന്നതും. ഇല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ഫോൺസ്, പണ്ടത്തെ കാലത്തെ ലാൻഡ് ഫോൺസ് എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യുന്നതും അതാണ്. നമ്മൾ ലാൻഡ് ഫോൺ എടുത്തിട്ട് ഈ നമ്പർ ഡയൽ ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് ആദ്യം ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇതിലോട്ടാ പോകുന്നത്. അവിടെ നിന്നാണ് റീഡയറക്ട് ചെയ്ത് നമുക്ക് വേണ്ട ആളുടെ നമ്പറിലേക്ക് കോള് പോകുന്നത്. അത് ആ ഒരു കണ്ടക്സ്റ്റ് ആണ് നമുക്ക് ഇവിടെ സ്റ്റാർ ടോപ്പോളജിയിലും പറയുന്നത്. ഒരു സെൻട്രൽ ഇന്റർകണക്ടിങ് ഡിവൈസ് എന്ന് പറയുന്നതുകൊണ്ട് അതാണ് ആ മൊത്തവും മെസ്സേജസിന്റെ ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഗതിയെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണോ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ആർ ഓൾ ഡിവൈസസ് കണക്റ്റഡ് ഇൻ എ സർക്കുലർ ചെയിൻ? പറയാമോ? ശ്രമിച്ചു നോക്കൂ. ടോപ്പോളജി. റിംഗ് ടോപ്പോളജി. ഓക്കെ, നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു സർക്കുലർ ചെയിനിൽ, അതായത് ഒരു നോഡിന് അപ്പുറവും ഇപ്പുറവും ആയിട്ട് വേറെയും 2 നോഡ്സ് കാണും. അതിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അങ്ങനെ ഒരു സർക്കുലർ ഫോമിലായിരിക്കും. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിൽ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിലായിരിക്കും സ്റ്റാർട്ട് നോഡിൽ നിന്നും റെസിപ്പിയൻ നോഡിലേക്ക് പോവുക മെസ്സേജസ്. അത്രയേ ഉള്ളൂ. ഓക്കെ. വിച്ച് ടോപ്പോളജി allows for the most redundancy? റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു സംഗതി വേറൊന്നുമില്ല. നിങ്ങൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടാവോ? DBMS പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓക്കെ, ഞാൻ പറയാം. റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമില്ല. നമ്മുടെ കയ്യില് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ സാധാരണ നമ്മൾ വാഹനങ്ങൾ എക്സ്ട്രാ മേടിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഇലക്ട്രോണിക് ഡിവൈസസ് എത്രണ്ണം മേടിക്കും? അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഈ ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ്, മിക്സി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി എത്രണ്ണം മേടിക്കും ഒരു ഫാമിലിക്ക്? പറയും.
ഹലോ, സിംഗിൾ സിംഗിളെ വാങ്ങത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ വാങ്ങാത്തതിന്റെ പ്രധാന റീസൺ എന്താണ്? ഒന്നെന്ന് പറയുന്നത് നമുക്ക് അത്രയും കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയും കോസ്റ്റ് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കാം. രണ്ടാമത്തത് സ്പേസ് വേസ്റ്റേജ് എന്ന് പറയും. സ്പേസ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേപോലുള്ള ഒരു എലിമെന്റ്സ് കുറെ എണ്ണം മേടിച്ച് വീട്ടിൽ കൂട്ടിയിടേണ്ട കാര്യമില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ നോർമലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് നമ്മൾ ഒരേപോലെ ഒരു പെർട്ടിക്കുലർ ഫയൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു, ആ ഡ്രാഫ്റ്റിന്റെ ഒരു കോപ്പി അല്ലേ ആ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകത്തുള്ളൂ. മൾട്ടിപ്പിൾ കോപ്പീസ് എന്ന് പറയുന്ന അവിടെ ഏറ്റവും സ്ഥലം വേസ്റ്റ് ആക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടോ? മൾട്ടിപ്പിൾ കോപ്പീസ് എന്ന് പറയുന്നത് അവിടെ ഇടേണ്ട കാര്യമില്ല. പകരം നമുക്ക് എന്താ ചെയ്യുക, ഒരൊറ്റ സിംഗിൾ കോപ്പി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ ഒരേ ഡോക്യുമെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ നോർമലി റിഡൻഡൻസി എന്നുകൊണ്ട് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. ഇവിടെ നമ്മുടെ ടോപ്പോളജിയുടെ കണ്ടക്സ്റ്റിൽ വരുന്ന റിഡൻഡൻസി എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു പെർട്ടിക്കുലർ മെസ്സേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ പാത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് സിംഗിൾ പാത്തിലൂടെയാണ് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് പോകുന്നത് എന്നുള്ള, അത് ഒരു പാത്തിലൂടെ ഒരു മെസ്സേജ് അറ്റ് എ ടൈം പോയാൽ മതി. ഒന്നിൽ കൂടുതൽ പാത്തുകളിലൂടെ ഒരേ മെസ്സേജ് പോകണ്ട എന്നുള്ള മീനിങ്ങിലാണ് റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ റിഡൻഡൻസി ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കൂടിയത് ഓളോസ് ഫോർ ദ മോസ്റ്റ് റിഡൻഡൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടിയ ഒരു കൺസെപ്റ്റ് എന്തായിരിക്കും? ഏതായിരിക്കും? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് പറയാം. ബസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് ആൻസർ. ഇല്ല, മെഷ് തന്നെയാണ്. മോസ്റ്റ് റിഡൻഡൻസി മെഷാണ്. അതെ, കാരണം എന്താണ്? മെഷ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമുക്ക് എത്ര പാത്തുകളുണ്ട്? നമ്മൾ പറഞ്ഞു മെഷ് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്തേ, നമ്മൾ ആ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ടോ, മൾട്ടിപ്പിൾ പാത്സ് എന്ന് പറയുന്നത്, അതായത് ആ നെറ്റ്വർക്കിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓരോ നോഡ് എന്ന് പറയുന്നത് എടുത്താലും ഓരോ നോഡും ബാക്കി എല്ലാ നോഡ്സുമായിട്ട് അവിടെ നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഒരു ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെസ്സേജ് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഏതൊക്കെ പാത്തിലൂടെ വേണമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു മെസ്സേജ് തന്നെ ഒന്നിൽ കൂടുതൽ പാത്തുകളിലൂടെ സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ മെസ്സേജസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഒരേ മെസ്സേജിന്റെ ഡിഫറെന്റ് കോപ്പീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് വിളിക്കുന്നത്. ഓക്കെ ആണോ?